നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ SAPC വിവിധ ജില്ലകളിൽ സ്കൂളുകളിലും കോളേജുകളിലും ആരിഷ് പാലിയേറ്റീവ് കെയർ ക്ലബ്ബുകളിലൂടെ നടത്തുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ചും ഹോം കെയർ സന്ദർശനം വിദ്യാർത്ഥികളിൽ പുതിയൊരു അനുഭവമാവുകയാണ്. ഹൃദയം തുറക്കുന്ന നിമിഷങ്ങൾ തൊട്ടെറിഞ്ഞ അവർ ജീവിതത്തിന്റെ മറ്റൊരു പുറം തിരിച്ചറിയുന്നത് അവരുടെ വാക്കുകളിൽ തന്നെ വെളിവാകുന്നു. ഇവർ നാളെയുടെ വെളിച്ചങ്ങളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തിരുവല്ല സെന്റ് മേരീസ് വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ആൽഫ പാലിയേറ്റീവ് കെയർ കുട്ടനാട് സെന്ററിന്റെ ഹോം കെയറിൽ പോയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ ഞാൻ അഞ്ജന ജികുമാർ. 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെയായിരുന്നു അന്ന് പോയി കണ്ടിരുന്നത്. ഞങ്ങള് ആ അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കസാലയിലായിരുന്നാണ് ആ അമ്മ ഒരു വീട്ടിൽ, ആ ഒരു കുഞ്ഞു വീടാണ്. ആ വീട്ടില് അടച്ചുറപ്പില്ലാത്തൊരു വീടാണ്. അപ്പൊ ആ വീട്ടിലെ സകലമായ ജോലികളും ആ അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു നമ്മളുടെ കിട്ടിയ കഴിവുകളൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്യുമായിട്ടാണ് തോന്നിയത്. അതായത് ആ അമ്മയ്ക്ക് അത്രയും കഴിവില്ല, ഇല്ലാഞ്ഞിട്ട് പോലും ആ അമ്മ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഞങ്ങള് നയിച്ചത് ആൽഫ പാലിയേറ്റീവ് കെയറിൽ തന്നെ മഞ്ജു എന്ന് പറഞ്ഞ ചേച്ചിയും അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഏട്ടനും കൂടെയാണ്. ഈ രണ്ടുപേരെന്ന് പറയുന്നത് ഞങ്ങൾ കാണാൻ പോകുന്ന 3 പേരെയും സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ തന്നെയാണ് കണ്ടുവരുന്നത്. ആ മോളെ, നിങ്ങൾ വന്നോ, നിങ്ങൾ എന്താ വിളിക്കാനേ, അങ്ങനെയൊക്കെയാണ് തിരക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പം നമ്മള് ഇവരൊരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഇത് നടത്തുന്നത് പോലെ ആയിരുന്നു തോന്നിയത്. അത് അവരുടെ ജീവിതം, അവരുടെ സ്വന്തം കുടുംബത്തിനെ പോലെ നോക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. ആൽഫ പാലിയേറ്റീവ് കെയർ പറവൂർ ലിങ്ക് സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് വനജയുടെ ഭർത്താവ് കൂനമ്മാവ് പൊങ്ങുംതടം വീട്ടിൽ PG അശോകൻ നിര്യാതനായി. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് തത്തപ്പള്ളി ശ്മശാനത്തിൽ. ആൽഫ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ആൽഫ കൊല്ലം സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ഓജസ് പദ്ധതി പ്രകാരം ശാരീരിക തളർച്ചയുള്ളവരെ ആൽഫയുടെ വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ നിന്നും കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി നൽകുന്ന സേവനം ആരംഭിച്ചു. സാമ്പത്തിക പ്രയാസങ്ങളാലും കുടുംബത്തിൽ സഹായിക്കാൻ ആളില്ലാത്തതിനാലും സേവനത്തിനെത്താൻ ബുദ്ധിമുട്ടുന്നവർക്കാണ് ഈ സഹായ പദ്ധതി. ഫിസിയോതെറാപ്പിസ്റ്റ് അലീന, സെന്റർ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.